നമസ്കാരം, വെട്ടർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട സഹോദരികൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കാൻ അവസരമുണ്ടായിട്ടും ഇടതുപക്ഷ സർക്കാരിനെയും CPM-നെയും കുറ്റപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലും മറ്റും വ്യാജ പ്രചരണം നടത്തി UDF മുസ്ലിം ലീഗും നടത്തുന്ന നാണംകെട്ട രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന് CPM നന്നമ്പ്ര ലോക്കൽ കമ്മിറ്റി താനൂരിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് ഭരണസമിതിയുടെ വിവരമില്ലായ്മയാണ് ലീഗ് ലോകത്തോട് വിളിച്ചു പറയുന്നതെന്ന് CPM. കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ പാവങ്ങൾക്ക് തലചായ്ക്കാൻ ലഭിക്കേണ്ട വീട് എന്ന സ്വപ്നം നഷ്ടപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന നന്നമ്പ്ര പഞ്ചായത്ത് ഭരണസമിതി. വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടും പഞ്ചായത്ത് ഭരണസമിതി വീട് വെക്കാൻ തയ്യാറാകാത്തത് ആ സഹോദരങ്ങൾ ചെയ്യുന്ന ക്രൂരതയാണെന്നും CPM കുറ്റപ്പെടുത്തി. ഒരു വ്യക്തി അവർക്ക് 3 സെന്റ് ഭൂമി സൗജന്യമായി നൽകേണ്ടായി. ആ സൗജന്യമായി നൽകിയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അപേക്ഷിച്ചിട്ടും നന്നമ്പ്ര പഞ്ചായത്ത് പലതവണ അപേക്ഷ നിരസിക്കേണ്ടായി. അതിലവർ പറയുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിക്കണമെങ്കിൽ വിവാഹം ചെയ്ത ആളുകൾക്ക് മാത്രമേ ലൈഫ് ഭവന പദ്ധതി കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പഞ്ചായത്തിൻ്റെ വിശദീകരണം വന്നത്. ഇത് സംസ്ഥാനത്താകെ 2-3 ദിവസമായി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയും ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെയും CPM-നെതിരെയും വലിയ പ്രചരണമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് പറയാനുള്ളത്, ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷിച്ച അനാഥരായിട്ടുള്ള കുട്ടികളെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. ഒന്ന്, മാനദണ്ഡങ്ങൾക്ക് വിധേയമായി അപേക്ഷ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അപേക്ഷ സമർപ്പിക്കാം, ജില്ലാ കലക്ടർക്കും അപേക്ഷ സമർപ്പിക്കാം. ഈ 2 എൻക്വയറി കഴിഞ്ഞതിന് ശേഷം അവർ ഉൾപ്പെടുത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒരു നടപടിക്രമം പോലും പാലിക്കാതെ ലൈഫ് ഭവന പദ്ധതിയിൽ അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് വീട് ലഭിക്കാത്തതിന് ഉത്തരവാദിത്തം ലക്ഷക്കണക്കിന് വീട് നൽകുന്ന ലൈഫ് മിഷൻ പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും CPM-നെയും കരിവാരി തേച്ച് കാണിക്കാൻ നന്നമ്പ്ര പഞ്ചായത്തും അതേപോലെ തന്നെ UDF-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്താകെ തന്നെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ വാർത്താമാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ അതൊരു വിവാദമായപ്പോൾ മന്ത്രിസഭ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രത്യേക യോഗം ചേരാൻ വേണ്ടിയിട്ട് ഭരണസമിതി പഞ്ചായത്ത് തയ്യാറെടുക്കുന്നത്. ഇതിനു മുന്നേ ഭരണസമിതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇവർ വലിയൊരു വിവാദമാക്കിയതിന് ശേഷം എനിക്ക് സംശയം എന്താ വെച്ചാൽ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ലൈഫ് മിഷനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടന്നതായിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം M. അനിൽകുമാർ, നന്നമ്പ്ര ലോക്കൽ സെക്രട്ടറി K. ഗോപാലൻ, പഞ്ചായത്ത് മെമ്പർ PP ഷാഹുൽ ഹമീദ്, K. ബാലൻ എന്നിവർ സംബന്ധിച്ചു. വെട്ടർ ന്യൂസ് താനൂർ. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.